നമസ്കാരം, ഞാൻ രാജേഷ് ആർ നായർ, കഴുന്നിയിൽ. ഇന്ന് വളരെ ശ്രദ്ധയോടെ, എനിക്ക് ആശ്ചര്യത്തോടെ, അതിലുപരി അത്ഭുതത്തോടെ കാണേണ്ട ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അമ്പലപ്പുഴ താലൂക്ക്, അതായത് NSS താലൂക്ക് യൂണിയന്റെ ഭാഗമായി 1632 നമ്പർ കരയോഗ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രാജഗോപാല പണിക്കർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണാനിടയായത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ അത്ഭുതത്തോടുകൂടി ഞാൻ വീക്ഷിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, NSS അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ ഒരു തീരുമാനമെടുത്തു. ഈ കരയോഗം കെട്ടിടം താലൂക്ക് യൂണിയനിലെ എല്ലാ നായന്മാരുടെയും വകയായിരിക്കണം. നായർ സമുദായത്തിലെ എല്ലാവരുടെയും വകയായിരിക്കണം. അതുകൊണ്ട് അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ നായർ സമുദായത്തിൽപ്പെട്ടവരുടെ വീടുകളിൽ നിന്നും സംഭാവന സ്വീകരിക്കണം. അതിലൂടെ ആ കെട്ടിടം, കരയോഗ കെട്ടിടം അമ്പലപ്പുഴ താലൂക്കിൽപ്പെട്ട എല്ലാ നായന്മാരുടെയും വകയായിരിക്കും എന്നാണ് അദ്ദേഹം പരസ്യമായി മൈക്കിലൂടെ ഉദ്ഘാടന വേളയിൽ കരയോഗ അംഗങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 48 ലക്ഷം രൂപ അങ്ങനെ പിരിച്ചതായി അദ്ദേഹം പറയുന്നു. കരയോഗത്തിലെ അംഗങ്ങൾ പിരിച്ചത് കൂടാതെ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലും പിരിവ് നടത്തിയിട്ടുണ്ട്. അതും കൂടെ ഉൾപ്പെടുത്തിയാണോ 48 ലക്ഷം രൂപ എന്ന് ആ വീഡിയോയിൽ വ്യക്തമല്ല. 48 ലക്ഷം രൂപ അതിൽ കളക്ട് ചെയ്തിട്ടുള്ളതായിട്ട് അദ്ദേഹം പറയുന്നത് വ്യക്തമാണ്. എനിക്ക് അതിൽ നായർ സമൂഹത്തോട് ചോദിക്കാനുള്ളത്, NSSന്റെ അഥവാ നായർ സർവീസ് സൊസൈറ്റി എന്ന കമ്പനിയുടെ ഭാഗമായി താലൂക്ക് യൂണിയൻ ഇടപെട്ട് ഒരു കരയോഗം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നതിനാൽ 1632 നമ്പർ കരയോഗം വക കെട്ടിടം സ്വതന്ത്രമായാണോ നിൽക്കുന്നത്? ഭൂമിയും വസ്തുവും സ്വതന്ത്രമാണോ, അതോ അത് നായർ സർവീസ് സൊസൈറ്റി എന്ന കമ്പനിക്ക് തീരെഴുതിയിട്ടുണ്ടോ? അമ്പലപ്പുഴ താലൂക്കിലെ അത്താഴ പട്ടിണിക്കാരായിട്ടുള്ള, കൃഷിക്കാരായിട്ടുള്ള, ചായക്കടയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്ന, കൂലിവേലയെടുക്കുന്ന, റോഡ് പണി ചെയ്യുന്ന, കടകളിൽ സെയിൽസ് വിൽപ്പനയ്ക്കും മറ്റുമൊക്കെ ജോലികൾ ചെയ്യുന്ന, നാനാഭാഗങ്ങളിലെ നാനാ തുറകളിലെ ജോലികൾ ചെയ്യുന്ന അത്താഴ പട്ടിണിക്കാരന്റെ വീടുകളിൽ നിന്ന് പോലും പണം വാങ്ങണം, അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് അത് നിന്റെ വകയാണ് എന്ന് ഉറപ്പാണല്ലോ അദ്ദേഹം പറയുന്ന വാക്കുകളിലൂടെയുള്ള മനസ്സിലാക്കാൻ കഴിയുന്ന ധ്വനി. ഇത്തരത്തിൽ അത്താഴ പട്ടിണിക്കാരന്റെ കയ്യിൽ നിന്നും 1 രൂപയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി, ഈ വസ്തു സ്വതന്ത്രമായി ആ കരയോഗത്തിന്റെ പേരിൽ മാത്രമാണോ നിലനിൽക്കുന്നത്, അതോ നായർ സർവീസ് സൊസൈറ്റി എന്ന ഇല്ലത്ത് നായന്മാരുടെ മേൽക്കോയ്മയുള്ള പഴയ നമ്പൂതിരി ഇല്ലങ്ങളിൽ നമ്പൂതിരി അന്തർജനങ്ങൾക്ക് പ്രസവമെടുത്തും നമ്പൂതിരിമാർക്ക് വെറ്റില ചെല്ലാനെടുത്തും അറിയാനായിരുന്ന ഇല്ലത്ത് നായന്മാരുടെ സ്ഥാപനത്തിന് തീരെഴുതിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം എന്നാണ് ഒരു നായർ സമുദായ അംഗമെന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ നായർ സമൂഹത്തെ സാക്ഷി നിർത്തി ബന്ധപ്പെട്ടവരോട് ചോദിക്കുവാനുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നായർ സർവീസ് സൊസൈറ്റിക്ക് തീരെഴുതിയാൽ മാത്രമേ അവർക്ക് നമ്പറിട്ട് കൊടുക്കുകയും അവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് ഉത്തരവാദിത്വവും ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ കെട്ടിടവും ഭൂമിയും നായർ സർവീസ് സൊസൈറ്റിക്ക്
ക്ലിയർ എഴുതിയിട്ടുണ്ടാകണം. അതല്ലാതെ ആണോ, അല്ലെങ്കിൽ പൊള്ളയായിട്ടുള്ള ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ട കൃഷിക്കാരായിട്ടുള്ള നിത്യജോലിക്ക്, നിത്യ വരുമാനത്തിന് വേണ്ടി കൂലിവേല ചെയ്യുന്ന സാധാരണപ്പെട്ട നായന്മാരെ പറഞ്ഞു പറ്റിച്ച് ഇനിയെങ്കിലും പണം ശേഖരിക്കുന്നതിൽ നിന്നും ഇത്തരക്കാർ പിന്മാറണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് പറയുവാനുള്ളത്. നന്ദി, നമസ്തേ. രാജേഷ് ആർ നായർ, കഴുന്നിയിൽ.